സർക്കാർ ഔദ്യോഗിക ചടങ്ങുകളിലും വിദ്യാലയങ്ങളിലെ പ്രഭാത അസംബ്ലിയിലൊക്കെ തന്നെ ഇനി ദേശീയ ഗീതം, അതായത് വന്ദേ മാതരം കൂടി ആലപിക്കണം എന്ന സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ രചിച്ച വന്ദേ മാതരം എന്ന ഗാനത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ ഈ ഉത്തരവ് എല്ലാ വിദ്യാലയങ്ങൾക്കും എല്ലാ സർക്കാർ ഓഫീസുകളിലേക്കും അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ ദേശഭക്തി എന്നുള്ളത് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് ഇൻറ്റേർണലൈസ് ചെയ്യേണ്ടതാണ്. അത് കുഞ്ഞുനാളിൽ തൊട്ടിട്ടേ നമ്മൾ പറഞ്ഞു കൊടുത്ത് അത് കുഞ്ഞുങ്ങൾ സാംശീകരിക്കുക, ഇൻറ്റേർണലൈസ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. അല്ലാതെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. ദേശഭക്തി സഞ്ചിയിൽ തൂക്കി പിടിച്ച് നടക്കേണ്ട ഒരു സംഗതിയല്ല. സ്വിച്ചിട്ട ഓണാവുക, ഒരു ഉത്തരവ് പ്രകാരം എഴുന്നേറ്റ് നിൽക്കുകയും ആദരിക്കുകയും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയം കൊണ്ട് ചെയ്യുകയാണ്. അത് ഉണ്ട് എന്ന് പറയുന്നത് കാപഠ്യവുമായിരിക്കും. നമ്മുടെ ദേശഭക്തി നമുക്കറിയാം. ഈ വന്ദേ മാതരം രചിക്കപ്പെടുന്നതിനേക്കാൾ മുന്നേയും ദേശീയ ഗാനം അത് എല്ലാ സ്ഥലങ്ങളിലും നിർബന്ധമാക്കുന്നതിന് മുന്നേയും നമുക്ക് ദേശഭക്തി ഉണ്ടായിരുന്നു. നമ്മുടെ ഭക്തിയുടെ ബലം കൊണ്ട് തന്നെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അനേകർ മാർട്ടിയേഴ്സായി രക്തസാക്ഷികളായത്, അനേകർ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായതും ഈ ദേശഭക്തി ഗാനം കൊണ്ടൊന്നുമല്ല. അത് അവരവരുടെ ഉള്ളിലേക്ക് വരുന്നത് ഒരു അഭിമാനബോധമാണ്. അത് ഇപ്പോൾ അത് അധികാരത്തിലേക്ക് കയറാനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നും ഫനാറ്റിസിസം അല്ലെങ്കിൽ ഫനാറ്റിക്സ് അങ്ങനെ തന്നെയായിരുന്നു. അവർ റേസ് ഇറക്കും. അതായത് ഒരു തുറുപ്പ് ചീട്ടായിട്ട് അവരുടെ തുറുപ്പ് ചീട്ടുകളാണ് അധികാരത്തിലേക്കുള്ള അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉള്ള ഒരു തുറുപ്പ് ചീട്ടുകളാണ് റേസിസം പറയുക. ആര്യൻ സുപ്രമസി പറഞ്ഞിട്ടാണ് നമ്മൾ 2ാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയത്. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ ഇത്തരം ഫനാറ്റിസിസം, അത് നാരോ പാട്രിയോട്ടിസമാണ്. ഈ നാരോ പാട്രിയോട്ടിസത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് നേടുക എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ദേശീയ ഗീതം ഇവിടെ ഉണ്ട്. ഭരണഘടന നമ്മുടെ നിശ്ചിത തൽപരക്കാരാണ് ഈ ഫനാറ്റിസിസം വളർത്താൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ തീരുമാനപ്രകാരം തന്നെ ഈ നാഷണൽ ആന്തം ജനഗണമനയും അതേപോലെ തന്നെ ദേശീയ ഗീതവും വന്ദേ മാതരവും അംഗീകരിച്ചിട്ടുണ്ട്. ദേശീയ ഗാനമായും ദേശീയ ഗീതവുമായി രണ്ടും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടിനും തുല്യ പദവിയുണ്ട്. പക്ഷേ രണ്ടിനെയും ആദരിക്കാം, നമുക്ക് ആദരിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ അതിനെ ഇമ്പോസ് ചെയ്യുക, അത് നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ട് പാടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ അനുച്ഛേദം 25 അത് നമുക്ക് മതസ്വാതന്ത്ര്യം ഉറപ്പു തരുന്നതാണ്. അതിന് ആ അവകാശ ലംഘനമാണത്. ഈ വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസസ് ആണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷെ അത് പിന്നീടുള്ളതിലൊക്കെ തന്നെ ദുർഗാദേവിയെ സ്തുതിക്കുന്നു. അങ്ങനെ ഈ ഹിന്ദു മൈത്തോളജിയിലുള്ള ദേവതകളെ സ്തുതിക്കുന്നതാണ്. അത് ഇതര സമുദായക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന സെക്യുലറാണ്, മതനിരപേക്ഷമായുള്ളൊരു ഭരണഘടനയാണ്. ആ സെക്യുലർ ആയിട്ടുള്ള ഭരണഘടനയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് തന്നെ അത് ചെല്ലണ്ട എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് മുസ്ലിംസിനെ പ്രീണിപ്പിക്കാനാണ്. അതുകൊണ്ട് അത് മുഴുവൻ ചെല്ലണം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധതയാണ്. അത് അങ്ങനെ ഇമ്പോസ് ചെയ്യിപ്പിക്കേണ്ട സംഗതിയല്ല.
ഇമ്പോസ് ചെയ്യുമ്പോൾ, അടിച്ചേൽപ്പിക്കുമ്പോൾ ഉള്ള ആദരവ് പോവും. ഇതെന്തൊരു ഭാരം എന്ന് കരുതും. ഇപ്പം നമ്മുടെ ഉള്ളിൽ വളരെയധികം ഭയങ്കര ആദരവാണ് നമുക്ക് ദേശീയ ഗീതത്തിനോട്. വന്ദേ മാതരം, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഓൾ ഇന്ത്യ റേഡിയോ തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെയാണ്. അത് ഭയങ്കര ആദരവുള്ളൊരു സംഗതിയെ നമ്മൾ വെറുക്കാൻ തോന്നും. എന്തും അടിച്ചേൽപ്പിക്കുമ്പോൾ നമുക്ക് വെറുക്കേണ്ടതായിട്ട് സ്വാഭാവികമായി അത് വെറുത്തു പോകും. കവിതയൊക്കെ കുട്ടികളെ ചൊല്ലി പഠിപ്പിക്കും, പണിഷ്മെൻറ്റ് കൊടുക്കും. തന്നെ കുട്ടികൾക്ക് സാഹിത്യവും കവിതയിലേക്കുള്ള താല്പര്യം ഇല്ലാണ്ടായി. അത് കേട്ടുപിടിച്ച് അതിലേക്ക് ആകൃഷ്ടരാവുക, അത് കുട്ടികൾ അതിലേക്ക് ഇൻറ്റേർണലൈസ്ഡ് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പം എത്ര അപരിഷ്കൃതമായ രീതിയാണ് ദേശീയത അടിച്ചേൽപ്പിക്കുന്നത്, ദേശീയ വികാരം അടിച്ചേൽപ്പിച്ചുണ്ടാക്കുന്നത്. നമ്മൾ പിടിച്ചു നിൽക്കുന്ന സാധനങ്ങളൊന്നുമല്ല ഇനിയുള്ള കാര്യങ്ങളൊക്കെ. അത് ഇംബൈബ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടിയും മാഗ്നാനിമിറ്റി കാണിക്കണം. കുറച്ചും കൂടി ബ്രോഡർ പെർസ്പെക്റ്റീവിൽ കാണേണ്ട കാര്യങ്ങളാണ്. ഒരാളെ പാടാൻ നിർബന്ധിക്കുക, അതും മൗലികാവകാശമാണ്. ഒരാൾക്ക് പാടാൻ താല്പര്യം ഇല്ലാച്ചെങ്കിൽ പാടാൻ നിർബന്ധിക്കുന്നത് മൗലികാവകാശ ലംഘനമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ പാടിയാൽ മതി. ആദരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കുട്ടികൾക്ക് ചെറുപ്പം തുടങ്ങി ആ ഫീലിങ്സ്, ആ നാഷണൽ സെൻറ്റിമെൻറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. സ്വാഭാവികമായും ഓരോരുത്തരുടെ മനസ്സിലും ആ വികാരം അപ്പോൾ ഉണ്ടായി വരും. പിന്നെ ഇതിനു മുന്നേ ഇതിപ്പോൾ ആരെങ്കിലും കോടതി പോവുകയാണ് എങ്കിൽ തന്നെ അപ്പോൾ ഓരോരുത്തർക്കും മറ്റ് സംസ്ഥാനങ്ങളോട് ഇത് നിർബന്ധം ചെലുത്തുകയാണെങ്കിൽ അതും ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഫെഡറൽ സ്ട്രക്ചർ അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടും. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഫെഡറൽ സ്ട്രക്ചറിലേക്കുള്ള ഒരു എൻക്രോച്ച്മെൻ്റ് ആയിട്ട് തോന്നും. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അത് അവിടെ ഇമ്പോസ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതി പോയാൽ അത് നിലനിൽക്കില്ല എന്നുള്ള കാര്യം 100% സത്യം. ഇതിനു മുന്നേ തിയേറ്ററിൽ പോയിട്ട് ഞാനൊക്കെ ആദ്യം സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ ദേശീയഗാനം വെക്കും. അവിടെ എഴുന്നേറ്റ് നിൽക്കണം. ദേശീയഗാനം കണ്ടാൽ കേട്ടാൽ നമ്മൾ സ്വാഭാവികമായി റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അത് നിർബന്ധമായി വന്നപ്പോൾ നമ്മളൊക്കെ ഇരുന്ന് തന്നെ പ്രതിഷേധിച്ചു. എന്താണ് ഈ കാണിക്കുന്നത്? നമ്മൾ ഉല്ലസിക്കാൻ പോയി ഇരിക്കുന്നിടത്ത് ദേശീയഗാനം വെക്കേണ്ട ആവശ്യം എന്താ? ദേശീയഗാനത്തിന് അതിനോരോ എറ്റിക്കൽസ് ഉണ്ടോ? ദേശീയഗാനം വെക്കേണ്ടടുത്ത് ദേശീയഗാനം വളരെ സീരിയസ് ആയിട്ടുള്ള സംഗതി. ഇത് ആളുകൾ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ദേശീയഗാനം വെച്ച് അവിടെ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ ഉത്തരവിടുന്നത് നമ്മൾ കണ്ടു. ഈ ദേശീയ എപ്സ്റ്റൈൻ ഫയൽ വന്നതോടുകൂടി എത്ര ആൾക്കാരാണ്, എത്ര ഈ ട്രംപിനെ പോലത്തെ ആൾക്കാരൊക്കെ ഒരു ചെക്കനെ കൊലക്കി കൊടുത്തു. കാത്തലിസിസം അല്ലെങ്കിൽ ട്രഡീഷണൽ വാല്യൂസ് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രംപിൻ്റെ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു കുഞ്ഞു ചെക്കനെ ക്യാമ്പയിൻ ഇറക്കി. അവൻ ഗംഭീരമായി പറഞ്ഞ് അവനാരോ വെടിവെച്ച് കൊന്നു. കാരണം അവർ പ്രോഗ്രസീവാണ്, പ്രോഗ്രസീവ് സമൂഹത്തിലേക്ക് പിന്നോട്ട് നടത്തരുത് എന്ന് പറഞ്ഞിട്ട് ആ ചെക്കൻ്റെ ജീവൻ പോയി, മറ്റേ ചെക്കൻ്റെ ജീവിതം പോയി. എന്നിട്ട് പിന്നീട് ഇത് എപ്സ്റ്റൈൻ ഫയൽ വരുമ്പോൾ ഈ ദേശീയതയും മേക്ക് അമേരിക്ക ട്രംപ് അഗെയിൻ എന്ന് പറയുന്ന ട്രംപ് ചെയ്ത് കൂട്ടിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൂടെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം ഈ അത്തരക്കാരാണ് ഈ നേതാക്കൾ. ദേശീയത പറഞ്ഞ് തമ്മിലിടിപ്പിക്കുകയാണ് ആൾക്കാരൊക്കെ, ഈ നേതാക്കളൊക്കെ. അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിനാണ് ദേശീയത പറയുന്നത്, അല്ലാതെ ജനങ്ങളെ നന്നാക്കാൻ. ജനങ്ങളൊക്കെ ഇവരെക്കാൾ 100 മടങ്ങ് ദേശീയതയുള്ള അല്ലെങ്കിൽ സ്വരാജ്യ സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിനു മുന്നേ ഒരു യഹോവ ഒരു അയാളുടെ പേര് ബിജോ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ഒരു യഹോവയുടെ സാക്ഷിയായ ഒരാളുടെ 3 പെൺമക്കൾ ദേശീയ ഗാനം അത് ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നു. അവർ ദേശീയ പതാകയോടൊക്കെ വളരെയധികം ആദരവ് കാണിക്കുന്ന ആൾക്കാരാണ്. അവർ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നു. പക്ഷെ ഒപ്പം അത് ചെല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതിന് ആ കുഞ്ഞുങ്ങളെ പീനലൈസ് ചെയ്തു. അവരെ ശിക്ഷിക്കുകയും അവരെ വിദ്യാലയത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. നിരന്തരമായ ഒരു ദീർഘകാല നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതി പറഞ്ഞു അവർ ദേശീയ ഗാനത്തെയും പതാകയെയും ആദരിക്കുന്നുണ്ടല്ലോ, അതാണല്ലോ വേണ്ടത്. അവർ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, അറ്റൻഷനിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ പാടില്ല എന്നല്ല, പാടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് പാടാൻ പറയുന്നത് അവരുടെ മൗലികാവകാശത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക്
അവരെ വിദ്യാലയത്തിലേക്ക് തിരിച്ചെടുക്കണം എന്ന് തന്നെയാണ് കോടതി അധ്യാപികയോടും വിദ്യാലയത്തിനോടും പറഞ്ഞത്. അപ്പോൾ അതിനെ പറയുന്നത് അവിടുത്തെ കോടതി വിധിയിൽ പ്രധാനപ്പെട്ട ചില വരികളുണ്ട്. നമ്മുടെ പാരമ്പര്യം സഹിഷ്ണുത പഠിപ്പിക്കുന്നു, നമ്മുടെ തത്വശാസ്ത്രം സഹിഷ്ണുത പ്രസംഗിക്കുന്നു, നമ്മുടെ ഭരണഘടന സഹിഷ്ണുത പാലിക്കുന്നു എന്ന്. ഈ പ്രശസ്തമായ വരികളാണ് ഉദ്ധരിച്ചുകൊണ്ടാണ് അന്ന് ജസ്റ്റിസ് വെഡിക്റ്റ് പാസ്സാക്കിയത്. അപ്പോൾ അത്രയും സഹിഷ്ണുതയുള്ള, അത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അവിടെ നമ്മൾ ഇങ്ങനെ അസഹിഷ്ണുതയുടെ വിത്ത് പാകുന്നത് ഒട്ടും ശരിയല്ല. ദേശീയ ഗീതം ചൊല്ലാത്തവരെ അങ്ങോട്ട് വിധിക്കുകയാണ്. ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, ജുഡീഷ്യറി ഒക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാർ നിന്ന് വിധിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് ചെയ്യണം. ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളല്ലേ നമുക്ക് കാര്യങ്ങളിലല്ലേ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുള്ളൂ. നമ്മുടെ സീക്രട്ട് ബുക്ക് എന്ന് പറയുന്ന ഭരണഘടനയാണ്. അല്ലാതെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത മന്ത്രിമാരോ MLA മാരോ ഒന്നുമല്ല. അവർ പറയുന്ന പോലെ നമുക്ക് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആവശ്യമില്ല. നമ്മൾ എന്താണ് ഭരണഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചേ പോകാൻ പാടുള്ളൂ. നമ്മൾക്ക് പാട്രിയോട്ടിസം, സ്വരാജ്യസ്നേഹം വേണം. അത് വേണമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നീ സ്വരാജ്യസ്നേഹിയാവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. നമ്മുടെ ഒരു ഭാരതീയൻ എവിടെയെങ്കിലും കൊല്ലപ്പെടുകയും, നമ്മുടെ ഒരു ഭാരതീയൻ പട്ടിണി കിടക്കുകയും, ഒരു ഭാരതീയൻ വളരെ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഫെല്ലോ ഫീലിംഗ് ആണ്. അത് ഭാരതീയ ദർശനം പറയുന്നത് അത് ഏതൊരു മനുഷ്യനും കൂടി ആണ്. ഹ്യൂമാനിറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് ഏത് മനുഷ്യനും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. പ്രത്യേകിച്ചും ഭാരതീയനാവുമ്പോൾ നമ്മളൊരു ഭാരതീയനെ ഈ കാലഘട്ടത്തിൽ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് കൂടി വരികയാണ്. അപ്പം ഏതൊരു ഭാരതീയനും എന്ത് സംഭവിക്കുകയാണെങ്കിലും നമ്മുടെ ഒരു സഹജീവി സ്നേഹം നാം കാണിച്ചിരിക്കും. അത് കാണിച്ചിരിക്കാനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വരും തലമുറയിൽ ഇൻറ്റേർണലൈസ് ചെയ്യേണ്ടതുണ്ട്. അതിന് രാഷ്ട്രീയക്കാർ ആദ്യം മാതൃകയാവണം. അവിടെ ഇരുന്ന് വോട്ട് ലാക്കാക്കി, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ വോട്ട് മുസ്ലിം വിരുദ്ധതയോ അല്ലെങ്കിൽ ക്രിസ്തീയ വിരുദ്ധതയോ അല്ലെങ്കിൽ മറ്റ് ഇതര സമുദായത്തിൻ്റെ വിരുദ്ധതയോ അല്ലെങ്കിൽ ഹൈന്ദവ വിരുദ്ധമായ കാര്യങ്ങളോ പറഞ്ഞുകൊണ്ടല്ല വോട്ട് ചെയ്യേണ്ടത്. നല്ല സ്വരാജ്യസ്നേഹം വേണം നമുക്കെല്ലാവർക്കും. അതൊരു ഗീതം പാടിക്കൊണ്ട് മാത്രമല്ല സ്വരാജ്യസ്നേഹം വേണ്ടത്. നമ്മുടെ പ്രവൃത്തി കൂടി സ്വരാജ്യസ്നേഹം കാണിക്കേണ്ടതുണ്ട്. ഭരണഘടന പറഞ്ഞിട്ടുള്ളത് എന്താണ്? മറ്റേ ഇനി ദേശീയ ഗീതം നിർബന്ധമാക്കുമ്പോൾ നമ്മൾ ആ 150-ാം വാർഷിക ദിനം ആചരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ആചരിക്കുമ്പോൾ വാർഷികം ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സെലിബ്രേഷൻ ആണെങ്കിൽ അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ചടങ്ങുകളിലൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒക്കെ ശരിയാണ്. കാരണം 3 മിനിറ്റിലും കൂടുതൽ നമുക്ക് നിൽക്കേണ്ടതുണ്ട്. അല്ലാതെ ദിവസം പ്രഭാത അസംബ്ലിയിൽ അത് ചെല്ലണം, ഒപ്പം ദേശീയഗാനം മാത്രം ഇത് രണ്ടിനും മാത്രമേ നേരം ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക്. വെയിലത്ത് ഇപ്പോൾ ഓഡിറ്റോറിയം വേണമെന്നൊക്കെ നിർബന്ധമുണ്ട്. അല്ലാത്ത കുട്ടികൾക്കൊക്കെ കാര്യം മോർണിംഗിൽ ഒരുപാട് നമ്മുടെ ദേശഭക്തി ദേശഭക്തി ദ്യോതിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് വളർത്തുന്ന രീതിയിലുള്ള എത്രയോ കഥകളുണ്ട്. അതൊക്കെയാണല്ലോ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കേണ്ടത്. അപ്പോൾ അത് കോടതിക്ക് അറിയാം. നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി ഉണ്ട്. ജുഡീഷ്യറിക്ക് അറിയാം എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതെന്ന്. നന്ദി, നമസ്കാരം.